ഹായ് ഹലോ. ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് അടുക്കളയിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞു തേങ്ങ ഉരിച്ചിട്ട് വരാൻ. അങ്ങനെ അമ്മയ്ക്ക് ഞാൻ 2 തേങ്ങയൊക്കെ ഉരിച്ച് ഇന്ന് മോൻ്റെ സ്കൂളിൽ വാർഷികമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വേഗം ഷോപ്പിൽ പോയിട്ട് വീട്ടിലെത്തണം. അങ്ങനെ ഞാൻ ഇന്ന് ഷോപ്പിലൊക്കെ പോയി നേരത്തെ വീട്ടിലെത്തി. അങ്ങനെ കുളിച്ച് ഫ്രഷായി നേരെ അടുക്കളയിലേക്ക്. അടുക്കളയിലെത്തിയപ്പോൾ അമ്മ കുറേ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ വാവേൻ്റെ പേരിടലിന് വരുന്നവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി അമ്മ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നല്ല പാകമായൊരു ഉണ്ണിയപ്പമായിരുന്നു. അങ്ങനെ അത് 2 എടുത്ത് തിന്നു. പലപ്പോഴും അമ്മ ഉണ്ണിയപ്പം ചൂടുമ്പോൾ കുറച്ച് കട്ടി കൂടുതലായിരിക്കും. ഇന്ന് നല്ല മയത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് അനിയത്തീൻ്റെ വാവയാണ് കേട്ടോ. സ്കൂളിൽ മോൻ്റെ വാർഷികത്തിന് പോകാൻ വേണ്ടി അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. പുറത്ത് നല്ല ഇരുടായി. അപ്പോൾ അച്ഛനോട് കൊണ്ടുവിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും അച്ഛനും കൂടെ സ്കൂളിലേക്ക് പോവാം. അച്ഛന് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതോ ഫോണിൽ കളിക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. എപ്പോഴും വഴക്ക് പറയും. അതുകൊണ്ടാണ് ഫോണും എടുത്തിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോവാത്തത്. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. വാർഷികാഘോഷമൊക്കെ തകൃതിയായി നടക്കുന്നു. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രസംഗമാണ്. അത് കേൾക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ വഴി ഈ വഴി ഇങ്ങനെ നടക്കുക. പരിചയമുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടു, കൂടെ പഠിച്ചവരെ കണ്ടു, എല്ലാവരോടും സംസാരിച്ച് ഞാനിങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ മോൻ്റെ ക്ലാസ്സിൽ ചെന്ന് നോക്കിയപ്പോൾ അവനൊരിക്കലും ഇല്ലാത്തൊരു നാണം. വീഡിയോ പിടിക്കുന്നത് കണ്ടിട്ടാണ് ഈ മുഖവും പൊത്തിയിരിക്കുന്നത്. അങ്ങനെ അവരെ ഡാൻസിൻ്റെ ഡ്രസ്സൊക്കെ മാറി മേക്കപ്പൊക്കെ ചെയ്തിട്ടാണ് ഇപ്പം നടക്കുന്നത്. ഇത് എൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ. ഇതുപോലെ ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഇതേ കോസ്റ്റ്യൂമിൽ നിൽക്കുന്നുണ്ട്. അവരവരുടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഉള്ളത്. കാണുന്നവരെ വീഡിയോ പിടിച്ചതാണ്. ഇതാണ് ലുക്ക്. സ്റ്റേജിലിപ്പോൾ നല്ലൊരു പാട്ടിട്ടിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു പാട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ആ കുട്ടികൾ ആ ലൈറ്റിൽ നല്ല പച്ച ഡ്രസ്സിൽ സീക്വൻസൊക്കെ ഉള്ള കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇരുന്ന് മടുത്തു. കുറേ നേരമായി ഇവൻ്റെ ഡാൻസ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ മോൻ്റെ ഡാൻസായി. അപ്പോൾ ബൈ ബൈ.